മണ്ണും മനസ്സും കുളിർന്നിരിക്കുമ്പോൾ കഴിക്കേണ്ട സുഖമുള്ള ഒരു പുലർകാല ഭക്ഷണം മുതിരയും കഞ്ഞിയും. കടുത്ത വേനലിന് ശേഷമുള്ള കുളിർത്ത മഴ, ചന്നം ഭിന്നം പെയ്യുന്ന മഴപ്പുലരിയിൽ ചൂടുകഞ്ഞി മുതിരയും തന്നെ തുണ. മുതിര വെള്ളത്തിലിട്ട് 10-12 മണിക്കൂർ കുതിർത്തി ഉണ്ടാക്കുന്ന രീതിയാണ് കൂടുതൽ നല്ലതായി ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. വളരെ നന്നായി വെന്ത് കിട്ടും. മുതിര കുതിർന്നാൽ കല്ലരിക്കാനും എളുപ്പമാണ്. വേഗം വേകുന്നതിന് വേണ്ടി ഇത് ചെറുതായി ഒന്ന് വറുത്തിട്ടുണ്ടാക്കുന്ന ഒരു രീതിയുമുണ്ട്. മുതിരയിലേക്ക് വെള്ളമൊഴിച്ച് കഴുകി. മുതിര ചൂടനാണ്, ശരീരത്തെ അത് ചൂടാക്കും. ചക്ക പോലെ, ഇടിച്ചക്ക പോലെ ഉശിരൻ ഊർജ്ജഭക്ഷണം. തീർത്താൽ തീരാത്തത്ര പണികൾ പറമ്പിൽ കിടക്കുന്നു. പറമ്പിൽ ഇറങ്ങാതെ വയ്യ, പണിയാതെ വയ്യ. ശരീരം ഒന്ന് ചൂടായി കിട്ടിയാൽ പണികൾ പിടിയിന്ന് ചെയ്തു തീർക്കാൻ പറ്റും. മുതിരയ്ക്ക് മീതെ ഇത്രയും വെള്ളം ഉണ്ടായിരിക്കണം. നല്ലോണം കുതിരണം. കുതിരാനായി അടച്ചു വെച്ചു. പുലരുവോളം അങ്ങനെ ഇരിക്കട്ടെ. പാവം മുതിരയ്ക്ക് ജലശയനം. പുലരിപ്പൂക്കൾ ചിരിച്ചുണർന്നു തുടങ്ങി. അടുപ്പിന് ഊർജം പകർന്നുകൊണ്ട് അടുക്കളയെ തുയിലുണർത്തി വിഷ്ണു. തീ ആളിക്കത്തി. ലങ്കാദഹനത്തിലെ പോലെ അഹമഹമികാധിയ പാവകജ്വാലകൾ അമ്പരത്തോളം ഉയർന്നില്ല. അപ്പോഴേക്കും ഒരു കറുത്ത മൺചട്ടി, അരച്ചട്ടി വെള്ളവുമായി അടുപ്പിന് മേലെ ഇരിപ്പുറപ്പിച്ചു. കഞ്ഞിക്ക് മുതിരത്തോരനൊപ്പം ഒരു മാങ്ങാച്ചമ്മന്തിയുമാകാം. തോരനും ചമ്മന്തിക്കുമുള്ള അനതാരികൾ തേടി കുടയും എടുത്ത് വിഷ്ണു പറമ്പിലേക്ക്. പച്ചമുളകും കറിവേപ്പിലയും സംഘടിപ്പിച്ചു. കൂടത്തോട്ടിയുമായി മാഞ്ചോട്ടിലേക്ക്. മാങ്ങ വലയിൽ വീഴ്ത്തുന്നു വിഷ്ണു. മൂത്ത മാങ്ങ 3 എണ്ണം കിണ്ണത്തിലെത്തി. കറിവേപ്പില എത്തി, പച്ചമുളക് എത്തി. അടുത്ത ബെല്ലോടുകൂടി മുതിരച്ചട്ടിയുടെ അടപ്പുയർന്നു. രൂപമാറിയ മുതിര രംഗപ്രവേശം ചെയ്തു. മുതിരയിൽ ഒഴിച്ചിരുന്ന വെള്ളം താണുപോയിരിക്കുന്നു. മുതിരയിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മുത്തശ്ശൻ മുതിര അരിച്ചു. ജലശയനത്തിന്റെ നീണ്ട മണിക്കൂറുകളിൽ ജലപാനം മാത്രമായിരുന്നു മുതിരയ്ക്കാശ്രയം. അങ്ങനാണ് ജലനിരപ്പ് താണുപോയത്. വെള്ളം കുടിച്ചു പള്ളവീർത്താണ് മുതിര പൊങ്ങി വന്നത്. മുതിരകൾ ഓരോന്നും ഇരട്ടിയിലേറെ വലുപ്പത്തിൽ കുതിർന്നുയർന്നത്. വേഗം വേഗില്ലെന്നുള്ള വാശിയും കടുംപിടുത്തവുമൊക്കെ അതോടെ പോയി. പകരം വേഗം വേഗത്തക്ക വിധത്തിലുള്ള രാസ ഭൗതിക പരിണാമങ്ങൾക്ക് വിധേയരായി മാറുകയും ചെയ്തു. അടുപ്പിൽ വച്ചിരുന്ന ചട്ടിയുടെ മൂടി മാറ്റി ആവി കുമുകുമാന്ന് പുറത്തേക്ക്. ചട്ടിയിലെ വെള്ളം തിളച്ചുമറിയുന്നു. തിളച്ചുമറിയുന്ന വെള്ളത്തിലേക്ക് അരിച്ചെടുത്ത മുതിരയിട്ടു അടച്ചുവെച്ചു. ചെറിയടുപ്പിൽ അടഞ്ഞിരുന്ന മൺകലത്തിൽ കഞ്ഞി വേകുന്നു. മുതിരയും പെട്ടെന്ന് തിളച്ചുമറിഞ്ഞു. ഇനി അധികം തീ വേണ്ട. കഴുകി വെടിപ്പാക്കിയ അരകല്ലിൽ ഉപ്പിട്ടു. കറിവേപ്പില ഉപ്പിനൊപ്പമാണെങ്കിൽ എത്ര വേണമെങ്കിലും അരച്ചു ചേർക്കാമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും മഞ്ഞളും ജീരകവും കൂടി ഒപ്പം അരയ്ക്കാം. പച്ചമുളക് ഇങ്ങനെ ഒന്ന് ചതച്ചു മാറ്റി. മുതിരയുടെ വിളവെടുപ്പ് വൃശ്ചികത്തിലാണ്, മഞ്ഞുകാലത്ത്. അക്കാലത്ത് രാത്രിയുടെ കുളിര് കുറച്ചിരുന്നത് മുതിരയായിരുന്നു. ഉഷ്ണവീര്യൻ എന്ന ആയുർവേദം പറയുന്ന മുതിര. ചൂടുകാലത്ത് ആരും മുതിര കഴിക്കാത്തതിന്റെ കാരണവും അതിന് ഉഷ്ണവീര്യമാണ്, ചൂട് ഉൽപ്പാദിപ്പിക്കും, ശരീരം ചൂടാക്കും എന്ന് തന്നെയാണ്. തേങ്ങ ചതച്ചൊതുക്കി വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചു. മുതിരയെ അടുപ്പിൽ സ്വതന്ത്രമായി ഇരുത്തിയിരിക്കുകയൊക്കെ ആണെങ്കിലും ഇടയ്ക്കൊരു ശ്രദ്ധ വേണം. ഇങ്ങനെ ഇടയ്ക്ക് തുറക്കണം. വെന്തോ, വെള്ളം വറ്റിയോ, അടുക്കി പിടിച്ചോ എന്നൊക്കെ പരിശോധിക്കണം. ഇതിപ്പോൾ നന്നായി വെന്തു. എന്നാൽ വെള്ളം വറ്റിയിട്ടില്ല. ഒന്നുകൂടെ പൊത്തി മൂടി വെച്ചു. എല്ലാം കൂടി ഒതുക്കി ചേർത്ത് വാരിയെടുത്തു.
വകഞ്ഞു നോക്കുമ്പോൾ ചട്ടുകത്താൽ വെള്ളമയം കാണുന്നില്ലെങ്കിൽ വെള്ളം പറ്റേ വറ്റിന്ന് സാരം. മൺചട്ടിയിൽ ഒരു മുതിരക്കുളം കുത്തി. മുതിരക്കുളത്തിലേക്ക് അരപ്പിട്ടു. മുതിര കൊണ്ട് കുളം മൂടി. കഞ്ഞിയുടെ അടുപ്പ് മുതിരയ്ക്കും മുതിരയുടെ അടുപ്പ് കഞ്ഞിക്കും കൊടുത്തു. കഞ്ഞിപ്പാത്രം തുറന്നു. കുളൂള തിളയ്ക്കുന്ന കഞ്ഞി ഇളക്കി തവിയിൽ കോരി പാകത്തിന് വെന്തു. കഞ്ഞിക്കല ഇറക്കി വെച്ചു. അതേ അടുപ്പിലേക്ക് ചീനച്ചട്ടി കയറ്റി വെച്ചു. ഒരു കയറ്റത്തിന്റെ ഒരു ഇറക്കമുണ്ടെന്നാണ് പഴഞ്ചൊല്ല്. ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത്രയും അരിയിട്ടു. ചീനച്ചട്ടിയിൽ അരിയുടെ എരിപൊരി സഞ്ചാരം. ഉണക്കമുളകിന്റെ ചുവപ്പൊട്ടുകളും അടർത്തിയ കറിവേപ്പിലയുടെ പച്ചപ്പൊട്ടുകളും കൂടി ചെന്നപ്പോൾ വെണ്മയിലൂടെ ഓടി കലിഡോസ്കോപ്പിലൂടെ എന്നപോലെ കാഴ്ചരൂപങ്ങൾ മറിഞ്ഞു മറിഞ്ഞു വന്നു. കനം കുറച്ച് കുറുകെ അരിഞ്ഞ ഉള്ളിയും ഇട്ടു. ഇളക്കി ഒരുപോലെ മൂപ്പിച്ചു. വീണ്ടും സ്ഥാനചലനം. ചീനച്ചട്ടി അങ്ങോട്ടും മുതിരച്ചട്ടി ഇങ്ങോട്ടും. ഈ ചട്ടിയിൽ ഇനിയുള്ള പണി ചെയ്യുക ബുദ്ധിമുട്ടാണ്. ഈ ചട്ടിയുടെ ഇതുവരെയുള്ള സേവനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനെ പിരിച്ചുവിട്ടു. വലിയ മണ്ണുരുളിയെ പുതിയ ചുമതല ഏൽപ്പിച്ചു. മുതിര വലിയ മണ്ണുരുളിയിലേക്ക് കുടഞ്ഞിട്ടു. അരപ്പ് നന്നായി ഇളക്കി ചേർത്തു. ചീനച്ചട്ടിയിൽ തയ്യാറായിരിക്കുന്ന സുഗന്ധ അലങ്കാരങ്ങളെ ചേർത്ത് ഇളക്കി മാദകരൂപിയാക്കി. വൈരാഗ്യമേറിയൊരു വൈദികനാട്ടെ, ഏറ്റ വൈരിക്കു മുമ്പുഴറിയോടിയ ഭീരുവാട്ടെ, നേരെ വിടർന്നു വിലസീടിനെ നിന്നെ നോക്കി ആരാകിലെന്ത് എന്ന് പറയാറാക്കി. അടുപ്പിൽ നിന്ന് നേരിട്ട് ഒരു ചെറു തൂശനിലയിലേക്ക്. മുതിരത്തോരനാണ് താരം. അകമ്പടിക്കാരായി ചുട്ട പപ്പടം, പിളർപ്പൻ മാങ്ങാച്ചാറിന്റെ ഒരു പിളർപ്പ്, എരിവും പുളിയും കൂടുതലുള്ളതും കുറവുള്ളതുമായ 2 തരം ചമ്മന്തി ഉരുളകൾ, പുഴുങ്ങിയ കണ്ണഞ്ചേമ്പി വിത്ത് പോലെ തൂശനയിലയിൽ. കിണ്ണത്തിൽ പാർന്ന ചൂടുകഞ്ഞിയും കോട്ടിയ പ്ലാവിലയുമായി മുത്തശ്ശനും മുത്തശ്ശിയും, ഒരു സീനിയർ സിറ്റിസണും ഒരു സീനിയർ സിറ്റി ഡോക്ടറും.